ചേട്ടൻ ഇപ്പൊ എത്ര നാളായി ബുള്ളറ്റ് ഇടിച്ചിട്ട് കാലിന് പരിക്ക് പറ്റിയിട്ട്? മാർച്ച് 6-ാം തീയതിയാണ്. ഞാൻ ഒരു അഷ്ടപതി കലാകാരനാണ് ക്ഷേത്രത്തില്. അപ്പൊ തൃച്ചംബരം ക്ഷേത്രത്തില് അഷ്ടപതി നടത്താനായിട്ട് അന്നത്തെ കൊടിയേറ്റ ദിവസം എന്റെ അഷ്ടപതി സംഗീതമായിരുന്നു, എന്റെ പ്രോഗ്രാമായിരുന്നു. അപ്പൊ ആ പ്രോഗ്രാമിന് എനിക്ക് പോകാൻ പറ്റില്ല. തലേ ദിവസം ഞാൻ പോകുന്ന ആ ദിവസമാണ് സർവീസ് റോഡിൽ നിന്ന് ഒരു ബുള്ളറ്റ് ഇടിച്ച് എനിക്ക് അപകടം പറ്റിയത്. അപ്പൊ അതിനുശേഷം ഈ മുട്ടിനകത്ത് ഫുള്ള് ലിഗമെന്റ് ഇഞ്ചുറി ഓപ്പറേഷൻ ഒക്കെ വേണമെന്നല്ലേ വിചാരിച്ചത്? ഓപ്പറേഷൻ വേണമെന്നാണ്. അപ്പം ഞാൻ ഇതിന് മുന്നേ ഇവിടെ ബേബിയിൽ വരുന്നതിനേക്കാൾ മുന്നേ അവിടെ സഹകരണത്തിൽ പോയി. അപ്പൊ ആ ഡോക്ടറും പറഞ്ഞു ഗുളിക കുടിച്ചിട്ട് നിങ്ങളിപ്പം കുറച്ചിങ്ങനെ ഗുളികെല്ലാം കഴിച്ചിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ ഇല്ലാണ്ട് തന്നെ നമ്മൾ ശരിയായില്ലേ? അതെ, അത് അവിടെ പോയി മെഡിക്കൽ കോളേജിൽ പോയിട്ട് പിന്നെ അതിന്റെ MRI ഒക്കെ ചെയ്ത ശേഷമാണ് ഞാൻ ഡോക്ടറെ അടുക്ക വന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞ പ്രകാരം തന്നെ ഇത്ര മാസത്തിന്റെ ആ കാലയളവിൽ എനിക്കിത് മാറിയിരിക്കുന്നു. അപ്പൊ ഇത് ഫുള്ളായിട്ട് മാറി, ഓപ്പറേഷൻ ഇല്ലാതെ മാറി. ഓപ്പറേഷൻ ചെയ്യാണ്ട് തന്നെ ശരിയായി കിട്ടുമെന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് മാറിയിരിക്കുന്നു. ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ സുഖമായിട്ട് നടക്കുന്നു. സ്റ്റെപ്പ് ഇറങ്ങാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും 2 മാസം കൂടെ എടുക്കും. അതെ, ഡോക്ടർ 6 മാസം പറഞ്ഞാണ് 6 മാസം എന്നോട് അന്ന് പറഞ്ഞിരുന്നു. 6 മാസം ഇതിനായിട്ട് നിങ്ങൾ മെനക്കെടേണ്ടി വരും, ശാന്തി പണിക്കൊന്നും പോണ്ട എന്നൊക്കെ പറഞ്ഞതാണ്. ഡോക്ടർക്ക് പിന്നെ ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളെയും മേലിൽ ഇനിയും ട്രീറ്റ്മെന്റിൽ എല്ലാവർക്കും അനുഗ്രഹമാവുന്ന രീതിയിൽ തന്നെ ഡോക്ടറെ പ്രവർത്തനം ഉണ്ടാവണം ആത്മാർത്ഥമായിട്ട്.